ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഡേ വിത്ത് ഷിജോയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ കൊച്ചിയിൽ തന്നെയുള്ള ഒരു അടിപൊളി ഹോം സ്റ്റേയിലാണ്. വലിയ റിസോർട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു ഹോം സ്റ്റേ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ പോകുന്ന അതേ ഒരു ഫീൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പേര് കൊച്ചി റിവർ സൈഡ് ഹോം സ്റ്റേ എന്നാണ്. നമ്മുടെ നെട്ടൂരാണ് സ്ഥലം. നമ്മുടെ കുണ്ടന്നൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 2-3 കിലോമീറ്ററേ കാണത്തുള്ളൂ. കൊച്ചിയിൽ നിന്ന് നമുക്ക് വരാനാണെന്നുണ്ടെങ്കിൽ ടൗണിൽ നിന്ന് വരുമ്പോൾ ഒരു 5-6 കിലോമീറ്റർ അല്ലെങ്കിൽ 8 കിലോമീറ്റർ കഷ്ടിച്ചുണ്ടാവും. പക്ഷെ നല്ല അടിപൊളി ഒരു പ്ലേസാണ്. ചമ്പക്കര കനാലിൻ്റെ കനാലിൻ്റെ സൈഡിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും പോരെ. അപ്പം നമ്മുടെ ഹോം സ്റ്റേയുടെ ഫ്രണ്ട് വശമാണിത്. നമ്മൾ കയറി വരുന്നുണ്ട്. എല്ലാ റൂംസിൻ്റെയും ഫ്രണ്ട് സൈഡാണ്, അതായത് വാട്ടർ ഫ്രണ്ടാണ് എല്ലാം. ഇത് കണ്ടില്ല, ഇത് ചമ്പക്കര കനാലാണിത്. നമ്മുടെ ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് മറ്റേ യോട്ട് ക്ലബ്ബാണ്. അറിയാം, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഒരു യോട്ട് അവിടെ കിടപ്പുണ്ട്. യോട്ട് ക്ലബ്ബാണ്. അവിടെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോപ്പർട്ടി. ഇവിടെയാണ് ഇത് ഒരു ഹോം സ്റ്റേ ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, വലിയ ലക്ഷറി പ്രോപ്പർട്ടിയോ അങ്ങനത്തെ വലിയ 5 സ്റ്റാർ ഹോട്ടലോ അങ്ങനത്തെ ഒന്നുമല്ല, ഒരു നാടൻ ഹോം സ്റ്റേ ആണ്. അപ്പം ഇവിടെ ഇതുണ്ട്, നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വെള്ളത്തിൻ്റെ അവിടോട്ട് ഇറങ്ങാനായിട്ട്. ഇതാണ് ഇനിയിപ്പോൾ നമ്മുടെ കോട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ കോട്ടേജും കാര്യങ്ങളും വരുന്നത്. മൊത്തം 3 കോട്ടേജാണുള്ളത്. 3 കോട്ടേജേ ഇവിടെ ഉള്ളൂ. 3 കോട്ടേജ് എല്ലാം സിംഗിൾ ബെഡ്റൂമാണ്, വെൽ ഫർണിഷ്ഡ് ആണ്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ബാക്കി 1-2 കോട്ടേജ് കൂടെ അവർ പണിയുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ ശരിക്കും നമ്മളൊരു വീട്ടിൽ വന്നൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വലിയ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ അവർ ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും, നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയി കഴിക്കുന്ന പോലെ രാവിലെ ബുഫയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഹോംലി ഫുഡും കാര്യങ്ങളും കിട്ടും. വൈകിട്ടും വലിയ കുഴപ്പങ്ങളില്ലാത്ത ഫുഡും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനിയും നമ്മുടെ ഇവിടുത്തെ റൂമിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. എങ്ങനെയുണ്ട് റൂമും കാര്യങ്ങളും നോക്കാൻ ഒന്ന് കണ്ടു നോക്കാം. വന്നോളൂ. അപ്പം ഇതാണ് നമ്മുടെ കോട്ടേജ്. അപ്പോൾ നമ്മൾ കോട്ടേജിനകത്തോട്ടൊന്ന് കയറി കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഈ കോട്ടേജ് ശരിക്കും ഇതിൻ്റെ ഒരു പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പണിതിരിക്കുന്നത്. വളരെ ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, ഈ ഡോറും ഇതിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് റൂമിനകത്തേക്കൊന്ന് കയറാം, റൂമിൽ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. കോട്ടേജിനകത്ത് എല്ലാം സിംഗിൾ ബെഡ്റൂമാണ്. 3 കോട്ടേജാണ് ഉള്ളത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം ഇതിനകത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഒരു ഹോട്ടലെന്ന് ഞാൻ പറഞ്ഞില്ല, ഹോട്ടലെന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു വീടാണ്. പക്കാ ഒരു ഹോം സ്റ്റേ, നമുക്കൊരു വീടിൻ്റെ അതേ ഫീലിൽ തന്നെയാണ്. എല്ലാം സിംഗിൾ ബെഡ്റൂമാണ്. അകത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും ഉണ്ട്. വെൽ ഫർണിഷ്ഡ് ആണ് ഇത്. അകത്ത് നമ്മുടെ ഈ ബാത്റൂമിൻ്റെ ഇവിടെ കയറുന്നിടത്ത് തന്നെ ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് റൂം പോലെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ്. പിന്നെ ഇതാണ് നമ്മുടെ ടോയ്ലറ്റും കാര്യങ്ങളും. ടോയ്ലറ്റിൽ അത്യാവശ്യം ഗീസറ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. നമുക്കൊരു ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ റൂമെല്ലാം കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ചെറിയൊരു ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ വ്യൂ ഒന്നും പറയാനില്ല. വൈകുന്നേരം സമയത്ത് അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് ഒരു ഓപ്പൺ, നമുക്കൊരു റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം ഇവിടെ ഇരുന്നാണ് നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇതൊരു ഹോം സ്റ്റേ ആണ്. നമുക്കിപ്പോൾ ഒരു വലിയൊരു ഹോട്ടൽ ആ ഒരു ലെവലിലേക്കൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് റൂമിനകത്ത് വേണേലും അവർ ഫുഡ് തരും. ഞാൻ പറഞ്ഞല്ലോ, ഹോംലി ഫുഡാണ് ഇവിടെ തരുന്നത്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസുകളും കാര്യങ്ങളും ഒന്നുമില്ല. രാവിലെ ഇപ്പം ഞങ്ങൾ ഓൾറെഡി കഴിച്ചു. ഞങ്ങൾ രാവിലെ ചെറിയ അപ്പവും ഇടിയപ്പവും കടലക്കറിയും അങ്ങനെ 1-2 ഐറ്റംസൊക്കെ ഉള്ളൂ.
അപ്പം കണ്ടല്ലോ, ഇതിൻ്റെ ചുറ്റുപാടുമൊക്കെ കണ്ടല്ലോ. നമുക്ക് ടൗണിലെ ബഹളങ്ങളിൽ നിന്നെല്ലാം മാറി വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു നാട്ടിൻപുറം പോലെ ഫീൽ ചെയ്യുന്നു. കൊച്ചിയിൽ ഇതുപോലെ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ചെറിയ ക്യാമ്പ് ഫയറും കാര്യങ്ങളുമൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ അത്യാവശ്യം ഇരിക്കാനായിട്ട് അല്ല, ബെഞ്ചായിട്ടൊന്നുമല്ല, കല്ല് വെച്ചിട്ട് നമ്മളിത് വാർത്തിട്ട് അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ ഇരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അവിടെ കണ്ടു കാണുമല്ലോ നിങ്ങളൊരു ടയറുണ്ട്, ഊഞ്ഞൽ പോലത്തെ ഒരു ടയറുണ്ട്. അങ്ങനത്തെ ഒരു നാടൻ രീതിയിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ഇവിടെ നമുക്കൊരു ഇതുണ്ട്, സ്റ്റെപ്പ് പോലുണ്ട് ഈ വെള്ളത്തിൻ്റെ അവിടെയൊക്കെ ഇറങ്ങാനായിട്ട്. അപ്പം ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വരിക. കൊച്ചിയിലുള്ളവർക്ക് എളുപ്പമാണ്, വന്ന് ഒരു ദിവസമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പോവാം. നമുക്ക് വലിയ ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ഒരു സ്ഥലമാണിത്. ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ഒരു ദിവസം ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റും. കണ്ടില്ല, നല്ല കാറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല മരങ്ങളും. നമ്മൾ കറക്റ്റ് നമ്മുടെ ഒരു വീടിൻ്റെ ആ ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഹോം സ്റ്റേയിലെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ശരിക്കും കൊച്ചിയിലുള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവർക്കാണെങ്കിലും കൊച്ചിയിലുള്ളവർക്കാണെങ്കിൽ തന്നെ നമ്മൾ ആ ടൗണിലെ ബഹളത്തിൽ നിന്നെല്ലാം മാറി ഇവിടെ വന്ന് ഒരു ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു വീട്ടിൽ താമസിക്കുന്ന ആ ഫീലോടുകൂടി ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല കാം ആൻഡ് ക്വയറ്റ് സ്ഥലമാണിത്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് തരിക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.